അല്ല ഇതിപ്പം പെണ്ണുങ്ങളെക്കാട്ടി ഒരുക്കാന്നല്ല നിങ്ങള്. എടി നിന്റെ ഒപ്പം ഒരു സ്ഥലത്ത് വരുമ്പോ അതിന് തക്ക രീതിയിൽ ഞാൻ സുന്ദരനാവണ്ടേ? അത് നിങ്ങൾ എത്ര ഒരുങ്ങിയിട്ടും കാര്യമൊന്നുമില്ലേ. അത്രയ്ക്ക് പോറാ എന്നെ കാണാൻ. അത് ഞാൻ വെറുതെ പറയാം. മുടിയൊക്കെ ശരിക്കും ചീകി വെച്ചോ. നിന്നെ കാണാൻ അടിപൊളിയാ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ. പിന്നെ എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. പിള്ളേരെന്താ ചെയ്യുന്നത് നോക്കിട്ട് വരാം. ശരി. ഒരുങ്ങിയാവോ ആവോ നോക്കട്ടെ എന്താ ചെയ്യുന്നല്ലോ. ഇതെന്താ എന്റെ മക്കൾ ഇത്ര സൈലന്റ്? ഞങ്ങൾ എന്താ അടി ഉണ്ടാക്കണോ? അല്ല അങ്ങനെയല്ലല്ലോ പതിവ്, അതുകൊണ്ട് അമ്മ പറഞ്ഞതാ. പതിവൊക്കെ ഇടയ്ക്ക് മാറ്റണ്ടേ അമ്മേ? ആ അതാണോ കല്യാണത്തിന് വരുന്നില്ല എന്നോട്ട് വരാൻ തീരുമാനിച്ചേ? അയ്യോ അതൊന്നല്ല, 5 രൂപയുടെ നോട്ട് കിട്ടാനില്ല, അതുകൊണ്ടാ. ആ ഒന്നുമല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ആട്ടാ മധു. ആ മതി മതി മതി, അടി കൂടിയത്. പെട്ടെന്ന് റെഡി ആവാൻ നോക്ക്. അമ്മയും സരിതയൊക്കെ എന്തായാവും മേക്കപ്പ് ഒക്കെ ഇട്ട് ഓവറാക്കി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇത് റെഡിയായില്ലേ നിങ്ങള്? ചേച്ചി എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയാന്നല്ല. ചേച്ചി സുന്ദരായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ സൂപ്പർ ഫാസ്റ്റ് പോലെ ഇരിക്കുന്നു. എന്തമ്മേ ഇത്ര അസൂയ പാടില്ല കേട്ടോ. എനിക്കിതിനടി ഓളോട് സൂയോ. അമ്മ ആ മാല കൊള്ളാലോ. എടി ഇത് വിലാസിനെ സെലക്ട് ചെയ്ത് തന്ന. അതെ അമ്മക്ക് നല്ല മാച്ച് ആയിട്ടുണ്ട്. നിന്നെ കാണാൻ നല്ല ഭംഗിയ. എന്തൊരു നല്ല സാരിയാണ്. അമ്മ വേണുകൂട്ട രാവിലെ തന്നെ വന്നിട്ട് തോന്നുന്നുണ്ട്. ഞാനേ ആണ് പറഞ്ഞിട്ടിട്ട് തരാം. പ്രകാശി, പ്രകാശി, ഇയാളിത് എവിടെ പോയിരിക്കുമെന്നറിയാം. മനുഷ്യനോട് വരാൻ പറഞ്ഞിട്ട്. ചേട്ടൻ ഇവിടെ ഇല്ലടാ. ഇവിടെ ഇല്ലേ? അപ്പൊ ഫോൺ വിളിച്ചപ്പോ ഇവിടെ ഉണ്ട്, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ ചിലപ്പോ നിന്നെ ഫോൺ വിളിച്ചിട്ടായിരിക്കും ചേട്ടൻ പുറത്തു പോയത്. ഈ പ്രകാശിയുടെ ഓരോരോ കാര്യങ്ങളെ. നീ പൊക്കോന്നാ, ചേട്ടൻ വരുമ്പോ ലേറ്റ് ആവും. ലേറ്റ് ആവൂലേ? ആ പൊക്കോ, വരുമ്പോ പറഞ്ഞേക്കാം. ശരി. ശരി. ആ പ്രകാശ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാ? പിന്നെ ഞാൻ അകത്തുണ്ടായിരുന്നു. ഇവള് പറഞ്ഞു നിങ്ങളിവിടെ ഇല്ലാന്ന്. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരുന്നാലേ കല്യാണത്തിന് പോകാൻ ലേറ്റ് ആവും, അതുകൊണ്ടാ. ഓ നിന്റെ ആ പഴയ പുളിവടി ഇപ്പോഴും തീർന്നിട്ടില്ല. നുണച്ചിപ്പാറു നുണച്ചിപ്പാറു നിന്റെ മറ്റോള്. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അവളുടെ ഒരു 5 ഡയലോഗ് ആയിട്ട് വന്നേക്കണം. ഇവനെ ഐശ്വര്യമായിട്ടൊരു പുതിയ കച്ചവടത്തിന് പോവാ. അതിന് എന്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാ. അതെ, ആര വയ്ക്കല്ലേ. അനുഗ്രഹം കൊടുക്കാൻ ചേട്ടന് ആര്? ഇതെന്റെ ആശാൻ. വെറുതെ നിനക്ക് പെണ്ണ് കിട്ടാത്തത്, ഇതൊക്കെയല്ലേ ആശാൻ. പ്രകാശ് നിങ്ങളത് വിട്ടേ. നിങ്ങൾക്കറിയാലോ, ആദ്യമായിട്ടാണ് ഞാൻ തനിയൊരു കച്ചവടത്തിന് വേണ്ടി പോണത്, അതും ഹിന്ദിക്കാരുടെ അടുത്ത്. പ്രകാശ് മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് അനുഗ്രഹിച്ചു. നിനക്ക് നല്ല പോലെ ബിസിനസ് ചെയ്യാൻ പറ്റട്ടാ. എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകും കേട്ടോ. എഴുന്നേറ്റോ എഴുന്നേറ്റോ. നീ എന്താണ് ഇവന്റെ കാലം വിടുന്നു? നീ എന്താ തെറ്റാ ചെയ്തോ? അമ്മ ഇവൻ ഒരു പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങുക, അതിന് എന്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാ. ആ എന്റെ മോന്റെ അനുഗ്രഹം മേടിക്കുന്നത് നല്ലതാടാ. ബെസ്റ്റ്, അനുഗ്രഹം കൊടുക്കാൻ പറ്റിയ ആള്. ഇവിടുത്തെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? മക്കളെ അതൊന്നും നീ കാര്യമാക്കണ്ടടാ. എല്ലാരും നിന്നെ അംഗീകരിക്കുന്ന ഒരു കാലം വരും. അല്ലെങ്കിൽ അച്ഛനാണ് എന്റെ റോൾ മോഡൽ. ഞങ്ങളുടെ ഓ റോമാഞ്ചിഫിക്കേഷൻ. പ്രകാശി ഈ മക്കളല്ലേ നിങ്ങളുടെ സ്വത്ത്? എല്ലാരും എന്റെ കൊച്ചുമക്കളല്ലേ, അങ്ങനെ വരൂ. മതി മതി, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. ഇപ്പം തന്നെ കുറേ ലേറ്റ് ആയില്ലേ. പ്രകാശി അങ്ങനെയാണ് ഈ ബസ് സ്റ്റാൻഡ് വരെ ഞാനും വരാം. എവിടെ മക്കളെ ഡോർ അടച്ചടാ, ഡോർ അടക്ക്.